ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഷർട്ടിൻ്റെ ബട്ടൺസ് എങ്ങനെ ക്ലിയറായിട്ട് വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 പീസിലായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ പിങ്ക് മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ ആദ്യം പറയുന്നത്. അപ്പോൾ ആ കഴുത്തിൻ്റെ പോർഷൻ നമ്മളവിടെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാൻഡിന് വേണ്ടി മടക്കേണ്ട 2 ഇഞ്ച് വീതിക്കുള്ള പീസാണ് ഇപ്പോൾ ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത്. ആ ഒരു പീസിനെ നമ്മൾ 2 സൈഡിലേക്കും 2 പീസ് ഉണ്ട് അതിൽ, ഫ്രണ്ടിലെ 2 പീസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഏത് സൈഡിലേക്ക് വേണം എന്നുള്ളത് കൃത്യമായി അറിയാനായിട്ട് നമ്മൾ അളവ് ഷർട്ടും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അളവ് ഷർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഇടത്തെ സൈഡിലെ പീസ് എങ്ങോട്ടേക്കാണ് മടക്കിയെടുക്കേണ്ടത്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ വലത്തെ സൈഡിലെ പീസ് എങ്ങോട്ടേക്കാണ് മടക്കിയെടുക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ചാണ് കേട്ടോ നമുക്ക് മടക്കിയെടുക്കാനായിട്ടുള്ളത്. ആ 2 ഇഞ്ച് നമ്മളപ്പോൾ 1 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ 2 ഇഞ്ചിനെയും നമ്മൾ മടക്കി എടുക്കുകയാണ്. അത് ഏത് സൈഡിലേക്കാണ് മടക്കി എടുക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 പീസിലും ഞാൻ കറക്റ്റായിട്ട് തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പീസിൽ നമുക്ക് എവിടേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, ഉള്ളിലേക്കാണ് മടക്കി കൊടുക്കേണ്ടത് അല്ലേ, മാർക്ക് ചെയ്ത് അനുസരിച്ച്. അപ്പോൾ പൊട്ടുപുറത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വരച്ച് വെച്ചിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ പൊട്ടുപുറത്തേക്ക് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. 1 ഇഞ്ചിൽ ആദ്യത്തെ മടക്ക്, പിന്നെ രണ്ടാമത്തെ ഇഞ്ചിൽ രണ്ടാമത്തെ മടക്കും കൂടി നമ്മൾ കൊടുത്തേക്കാണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് ഈ ഇടത്തെ സൈഡ് കിട്ടുന്നത്. അപ്പോൾ ഒരൊറ്റ സ്റ്റിച്ചാണ് നമ്മൾ അവിടെ ഇടുന്നത്. ആ ഒരു ലൈനാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലെ വലത്തെ സൈഡിലെ പീസിനെ എങ്ങനെയാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടതെന്നാണ് കാണിക്കുന്നത്. അത് മേലേക്കാണ്, നല്ല പുറത്തേക്കാണ് നമുക്ക് മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ 1 ഇഞ്ചിൽ ആദ്യം നമ്മൾ ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് കൊടുത്തു, ഒന്ന് ഈ കാണുന്ന രീതിയിലൊന്ന് വടിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു മടക്കും കൂടി അതേ അളവിൽ നമ്മൾ കൊടുക്കുകയാണ്. അത്രയും കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്തെടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ബാൻഡ് പോലെ വന്നിട്ടുണ്ടല്ലോ, അതിന്മേ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ 2 അരികിൽ നിന്നും സ്റ്റിച്ച് ചെയ്യാണ്. അത് നമുക്ക് ആ സാമ്പിൾ പീസിലൊന്ന് നോക്കാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്ന്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത് എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇത് ഏകദേശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു ഷർട്ടാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്രയാണ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്, എത്ര മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബട്ടൺ ഹോളാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടൺ ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബാൻഡ് അവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ അരികിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. കറക്റ്റ് നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇവിടുന്ന് ഈ അരികിൽ നിന്ന് നമ്മൾ ടേപ്പ് പിടിക്കുമ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പും മേലെ നിന്ന് ടേപ്പ് പിടിക്കുമ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ അവിടെ ഫസ്റ്റത്തെ പോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് താഴേക്കാണ് അടുത്ത മാർക്കിംഗ് ഞാൻ കൊടുക്കുന്നത്. 3 ഇഞ്ച് താഴേക്കാണ് അടുത്ത മാർക്കിംഗ് കൊടുക്കുന്നത്, അടുത്ത ബട്ടൺ ഉള്ളത്. അങ്ങനെ ഓരോ ബട്ടൺസും തമ്മിലുള്ള ഗ്യാപ്പ് വരുന്നത് 3 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 3 ഇഞ്ച്. ഇനി വലിയവരുടെ ഷർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3.25 ഇഞ്ച് ഗ്യാപ്പൊക്കെയാണ് നമ്മളവിടെ ആ ബട്ടൺസ് തമ്മിലുള്ള ഗ്യാപ്പ് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ കൃത്യമായി അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ബട്ടൺ ഹോളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ശേഷമാണ് നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ സൈഡിൽ നിന്ന് എത്രയൊക്കെ മെഷർമെൻറ്റാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായല്ലോ. അപ്പോൾ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോവാണ്. ബട്ടൺ ഹോള് ഈ ഒരു പ്രഷർ ഫുട്ട് വെച്ചിട്ടാണ് നമ്മൾ ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇത് നമ്മൾ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ നമുക്ക് ആ റെഡ് കളറിൽ കാണുന്ന 3 സ്റ്റിച്ചസ് അത് മാറ്റി ഇട്ടിട്ടാണ് നമ്മൾ ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. സൂചി എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് ഞാൻ അവിടെ കാണിച്ചു തരുന്നത്.
നമുക്കൊരു ചാല് പോലെ വരുന്ന ഒരു പോർഷൻ ഉണ്ടാവും സൂചിയിൽ. ആ പോർഷൻ നമ്മുടെ നേരയ്ക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് സൂചി അവിടെ ഞാൻ സെറ്റാക്കി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ആദ്യം നമ്മളൊരു സാമ്പിൾ പീസിലാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഏകദേശം ആ പ്രഷർ ഫുട്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിലുള്ള സ്റ്റിച്ചസ് കണക്കാക്കി, ആ ഒരു ലെങ്ത്ത് കണക്കാക്കിയിട്ടാണ് പ്രഷർ ഫുട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ടൺസിൻ്റെ നമ്മൾ വെക്കാൻ പോകുന്ന ബട്ടൻ്റെ വട്ടം എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് ഈ ബട്ടൺ ഹോളിൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രഷർ ഫുട്ട് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഞാൻ പറഞ്ഞു തന്നോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സാമ്പിൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാണ്. നമുക്ക് കറക്റ്റ് ലെങ്ത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്ത്തിലേക്ക് തന്നെയാണോ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ലെങ്ത്തും വിഡ്ത്തും കൃത്യമായി വരുന്ന രീതിയിലാണോ നമ്മൾ പ്രഷർ ഫുട്ട് സെറ്റാക്കിയിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് സാമ്പിൾ ചെയ്ത് നോക്കുന്നത്. അത് നിങ്ങളെപ്പോൾ ചെയ്യാമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ശേഷം ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് മടക്കി പിടിച്ചിട്ട് അവിടെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു വെട്ട് മാത്രമേ അവിടെ വീണിട്ടുണ്ടാവുള്ളൂ. അതൊന്ന് എത്രത്തോളം ലെങ്ത്ത് നമുക്ക് വേണം എന്നുള്ളത് കണക്കാക്കിയിട്ട് ആ ഒരു സ്റ്റിച്ചിങ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ കൃത്യമായി ചെയ്ത് നോക്കി അതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്നൊരു ബട്ടൺ കിടക്കോ എന്നുള്ളതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ നല്ല മെറ്റീരിയലിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനപ്പോൾ ഫസ്റ്റ് കോളറിൻ്റെ സൈഡിലുള്ള ആ ഒരു ബട്ടൺ ഹോളാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായി നമ്മൾ പോയിൻ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ ലെങ്ത്ത് വൈസും വിഡ്ത്ത് വൈസും നമ്മൾ ജസ്റ്റ് ഒന്നൊരു ക്രോസ് പോലെ ഒന്ന് വരച്ചിടാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ആ പ്രഷർ ഫുട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കറക്റ്റായിട്ട്. പിന്നെ എന്താണ്, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബട്ടൺ ഹോള് ഞാൻ ഏറ്റവും മേലെയും ഏറ്റവും താഴെയും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ബട്ടൺസ് നമുക്ക് എവിടെ കൊടുക്കണമെന്നാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ആ ബട്ടൺ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് പെൻസിൽ വെച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ പോയിൻ്റ് കിട്ടും. ആ പോയിൻറ്റിലേക്കാണ് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ബട്ടൺ ഹോളും കൃത്യമായിട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം കേട്ടോ ബട്ടൺസ് വെച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സൂചിയും നൂലും ഒന്ന് കോർത്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ ഇതിങ്ങനെയാണ് കെട്ടിടുന്നത് എന്നുള്ളത്. പലർക്കും ഈ സൂചി നൂലും വെച്ചിട്ട് എങ്ങനെ കെട്ടിടുന്നു എന്നുള്ളത് അറിയാത്തവരുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കെട്ടിട്ട് 4 ഇഴയുണ്ട് കേട്ടോ അതിൽ. ആ നൂലിൽ 4 ഇഴയുണ്ട്. അപ്പോൾ അങ്ങനെ 4 ഇഴയുള്ള സൂചിയും നൂലും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ബട്ടൺസ് അവിടെ കുത്തിപ്പിടിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബട്ടൺസ് കുത്തിപ്പിടിപ്പിച്ച് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് അവിടെ കിട്ടണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം നമ്മൾ അവിടെ തുന്നിയെടുക്കേണ്ടത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് നോക്കണം ഞാൻ ചെയ്തത് ഫിനിഷിംഗ് ആയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഓരോ ഹോളിലും ഒരു 2-3 കുത്ത് കൊടുത്തതിന് ശേഷം നമുക്കവിടെ കെട്ടിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് അവിടെ കുത്തിപ്പിടിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. 2-3 കുത്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അതവിടെ മുറുകി കിട്ടും. പിന്നെ കെട്ടിട്ട് കൊടുക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ നിങ്ങൾക്കായിട്ട് ഇട്ട് തരാം. ഈ കെട്ട് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്യുക ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഒരു 3 പാർട്ടായിട്ടാണ് നമ്മൾ ഷർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തിരിക്കുന്നത്. മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് വരാണെങ്കിൽ ഇതും കൂടി ആകുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ഷർട്ട് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.